ഇവിടെ നിസ്കാരമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ, ഇവിടെ ഈമാനുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ. പക്ഷെ നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളിൽ നിന്ന് മാറി നിൽക്കട. നിങ്ങൾക്ക് എന്ത് യോഗ്യത? എന്റെ ദാസന്മാർ എന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചിട്ട് എനിക്ക് വേണ്ടി ഹംദ് പറഞ്ഞവന്റെ അടുക്കൽ നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യത? എനിക്ക് വേണ്ടി ഒരു തസ്ബീഹ് ചൊല്ലിയവന്റെ സമീപത്ത് ഒട്ടി നിൽക്കാൻ നിനക്ക് എങ്ങനെ വരുന്നു? നിനക്ക് എങ്ങനെ തോന്നുന്നുടാ? മാറി നിൽക്ക്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്ക് ചെറിയ വാക്കല്ല. അതാ ഞാൻ പറഞ്ഞത്, ഡിക്ഷണറി എടുക്കുക നിങ്ങൾ, എന്നിട്ട് ഇതിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾ നോക്കണം. ഭീകരമായ വാക്കുകൾ കൊണ്ട് അതിനെ പറഞ്ഞിട്ടുണ്ട്. ഏ തോന്നിയാസികളെ മാറി നിൽക്ക്, താന്തോന്നികളെ മാറി നിൽക്ക്. സന്യാസിമാരിൽ നിന്ന് തോന്നിയാസികളെ മാറ്റി നിർത്തുന്നു. ആലോചിച്ചു നോക്കിയേ, നിസ്കാരമില്ലാത്തവനെ ഉള്ളവനോട് ചേർന്ന് നിൽക്കരുത്, മാറി നിൽക്കട. അയിത്തം കൽപ്പിക്കുന്നു. ഇവിടെ അയിത്തമില്ല, ദുനിയാവിൽ അയിത്തം പാടില്ല. എല്ലാരും ഒരുപോലെയാണ്. ആഖിറത്തിൽ വരുമ്പോൾ അല്ലാഹു തആല അകറ്റി നിർത്തുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന വാക്ക് എന്താണെന്നറിയോ? ഇവരോട് പറഞ്ഞു, പൊയ്ക്കോളൂ, നിങ്ങൾ ചാരകസേരകളിൽ ചാരിയിരുന്ന് നിങ്ങളുടെ ഇണകളോടൊപ്പം അനുഗ്രഹീതമായ സന്തോഷത്തിൽ ആറാടി നിങ്ങൾ സന്തോഷത്തോടുകൂടി നിങ്ങൾ ജീവിച്ചോളൂ. നിങ്ങളോട് കാണുമ്പോഴൊക്കെയും എന്റെ സലാം സലാം സലാം. എന്നിട്ട് ധിക്കാരികളോട് അല്ലാഹു പറയുന്നു, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അതിനു മുമ്പ് അവരോട് ഒരു കാര്യം അല്ലാഹു തആല ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അവരോട് പറയുന്ന വാക്കിതാണ്, വിശ്വാസികളോട് പറയുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അസ്സലാമു അലൈക്കും. സത്യവിശ്വാസികളോടുള്ള വാക്ക്, നിസ്കാരക്കാരോടുള്ള വാക്ക്, നന്ദിയുള്ളവരോടുള്ള വാക്ക്, സുഹൃതം ചെയ്യുന്നവരോടുള്ള വാക്ക്. ധിക്കാരികളോടുള്ള വാക്ക് എന്താ? ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങൾ നന്ദി കെട്ടവന്മാരാണ്, പൊയ്ക്കോളിനടാ നരകത്തിലേക്ക് എന്ന് അല്ലാഹു പറയാൻ. യാതൊരു കാരുണ്യം, യാതൊരു ദയ, യാതൊരു അനുകമ്പ, യാതൊരു ആനുകൂല്യം, യാതൊരു നിലയിലുള്ള ഒരു ആർദ്രതയും അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഒരു സ്ഥലത്തും അല്ലാഹുവിന്റെ ആനുകൂല്യം പരലോകത്ത് പ്രതീക്ഷിക്കണ്ട.